എടത്തല ഗ്രാമപഞ്ചായത്തിൽ സ്വകാര്യ ട്രസ്റ്റ് അനധികൃതമായി പുറമ്പോക്ക് ഭൂമികൾ കൈവശപ്പെടുത്തിയതായി പരാതി. റവന്യൂ പുറമ്പോക്കായ പള്ളിക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന കുളം സ്വകാര്യ ട്രസ്റ്റ് സ്കൂളിന്റെ അനധികൃത നിർമ്മാണത്തിനായി കൈവശപ്പെടുത്തിയിരിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ ശക്തമായി പോരാടുമെന്ന് ജനങ്ങൾ. ആലുവ എടത്തല പേങ്ങാട്ടുശ്ശേരി ജുമാ മസ്ജിദിന് സമീപമാണ് സ്വകാര്യ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പേങ്ങാട്ടുശ്ശേരിയിലെ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന റവന്യൂ പുറമ്പോക്കായ പള്ളിക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന കുളം യാതൊരു അനുമതിയും കൂടാതെ നികത്തി ഇവർ കൈവശപ്പെടുത്തിയിരിക്കുന്നതായാണ് പരാതി. അവര് പറയുന്നത് മണ്ണിടിഞ്ഞ് മൂടിപ്പോയ കുളമെന്ന് പറയണ. ഇത് 2016 വരെ കുളം ഉണ്ടെന്നുള്ള ഞങ്ങളുടെ രേഖയുണ്ട്. ഇവിടെ മണ്ണ് ഇടിയാനായിട്ട് ഇവിടെ ഒരു മലകളോ കുന്നുകളോ ഇല്ല. ഇവർ ഇത് മൂടാൻ മണ്ണ് യൂസ് ചെയ്തത് ഈ പള്ളിയുടെ പുറയിൽ വലിയൊരു സ്ഥലമുണ്ട്, മലയുണ്ട്, അവിടെ നിന്നാണ്. ഇവർ ഡെയിലി അലിഗേഷനാണ്. ഓൾറെഡി ഇതാ സ്കൂളിരിക്കുന്നത് പാടത്താണ്, VTR പാടമാണ്, ഡാറ്റാ ബാങ്കിൽ പാടമാണ്, നിലമായിട്ട് കിടക്കണം. ഇപ്പോൾ പുതിയതായിട്ട് 2 കൺസ്ട്രക്ഷൻ അവർ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ സ്റ്റേ ചെയ്തേക്കുന്നതാണ്. ഇവർ പൈസ കൊടുത്താണ് എല്ലാവരെയും കൊണ്ടും ഇത് കൈകാര്യം ചെയ്യണം. എടത്തല പഞ്ചായത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പ്. ടാറ്റാ ബാങ്കിൽ ആ ബിൽഡിംഗ് ഇരിക്കുന്നത് പാടത്താന്നുള്ളതിൻ്റെ രേഖയാണ് അത്. ഇതാണ് കുളം. ഈ കുളമാണ് മണ്ണിടിഞ്ഞത്. എവിടെ മണ്ണിടിയാനായിട്ട് ഈ സൈഡിൽ മണ്ണുള്ള ഇവര് മൂടിയിരിക്കുന്നത് പള്ളിയുടെ ബാക്കിലെ സൈഡിലെ മണ്ണ് കുന്നാണ് മൂടിയിരിക്കുന്നത്. ഇത് തഹസിൽദാർ, ഭൂരേഖ തഹസിൽദാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് LC കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് കൊടുത്തേക്കുന്ന ഡേറ്റ് 19/9/2023. ഇതുവരെയും സെക്രട്ടറി അതിനെക്കുറിച്ച് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇത് നോക്കിയേ, പുറമ്പോക്ക് 112/19 പോണ്ട് പുറമ്പോക്ക്. ഇതെല്ലാം സർക്കാർ രേഖകളാണ്. കൂടാതെ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നിട്ടുള്ളതായും പരാതിക്കാർ ആരോപിക്കുന്നു. ഇതിന് പെർമിറ്റ് ഇല്ല, പഞ്ചായത്തിന്റെ പെർമിറ്റ് ഇല്ല, പഞ്ചായത്തിന്റെ നമ്പർ ഇല്ല, NOC ഇല്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, പാടം നികത്തി പടവേക്കണം. ഇതെന്താ അധികാരികൾ കാണാനിട്ടാണോ? അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് ഞങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും, ഉദ്യോഗസ്ഥന്മാർ തന്നിരിക്കുന്ന എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് പാടം. കൃഷി ചെയ്യുന്ന നെൽഭൂമി അറിഞ്ഞത്. ഇപ്പൊ വാഴകൾ വയ്ക്കുന്നത് വെള്ളം പോകുന്നത് കണ്ടത്, നിറച്ച് വെള്ളമാണ്. ഇതിൽ എന്ത് സേഫ്റ്റിയുടെ കുട്ടികൾക്ക് പഠിക്കാൻ? ഇവര് ഒരു രേഖയും ഇല്ലാണ്ട പഠനം. സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പള്ളിയുടെ ഖബർസ്ഥാനിനോട് ചേർന്നുള്ള പറമ്പിൽ നിന്നാണ് മണ്ണെടുത്തത്. ഇതുമൂലം സമീപ പ്രദേശത്തുള്ള വീടുകൾ അപകടാവസ്ഥ നേരിടുന്നതായും പരാതിയിലുണ്ട്. ഈ കാണുന്ന മലയുടെ ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത്, ഇതൊക്കെ നോക്കി അറിയാം, മണ്ണ് കട്ട് ചെയ്ത് കൊണ്ടുപോയാണ് പാടത്തും അതുപോലെ തന്നെ പുറമ്പോക്ക് കുളവും മൂടിയത്. അത് നോക്കുന്നത് അതിന്റെ മുകളിൽ വീടുകൾ കണ്ടോ? ആ വീട് 7 നിമിഷം താഴത്തേക്ക് പോരാ. പലവട്ടവും പള്ളി കമ്മിറ്റിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കെട്ടിത്തരാന്നൊക്കെ ഓഫറുണ്ട്, കെട്ടിക്കൊടുത്തിട്ടില്ല. ഇത് അവരുടെ തന്നെ ഇത് ചേർന്ന് കണ്ട 7 നിമിഷം താഴത്തേക്ക് വരും. ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും എടുക്കാത്തതിനാൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ ശക്തമായി പോരാടാനാണ് തീരുമാനമെന്നും ജനങ്ങൾ അറിയിച്ചു. രണ്ടുപേരും പ്രൂഫുമായിട്ട് ഞാനിനി ഹിയറിംഗ് നോട്ടീസ് കൊടുക്കും. രണ്ടുപേരെയും വിചാരണയ്ക്ക് വിളിക്കും. അവർ തരുന്ന രേഖകളും പിന്നെ താലൂക്കും സർവേറും തരുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള തീരുമാനങ്ങളെടുക്കും. ന്യൂസ് ബ്യൂറോ, ആലുവ. ഈ ഓണം പൊന്നോണം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ നക്ഷത്ര തിളക്കമുള്ള പൊന്നോണം ഓഫറുകളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.